നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1-1:30-2 മണിക്കുള്ളിൽ തന്നെ നിധിയുടെ സുധീഷിന്റെ ഒക്കെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ കാണാൻ താല്പര്യമുള്ളവർ കയറി കാണണേ. അപ്പൊ ഇന്നലെ ഉച്ചയ്ക്ക് വിശേഷം അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്താണെങ്കിലും ഇന്ന് മുതൽ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാട്ടോ. അങ്ങനെ നാളെ നമ്മൾ കാണുന്ന കല്യാണത്തിന് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും നടക്കുവാണ് നിധിയുടെ വീട്ടില്. ആ സമയം രാജീവ് ഫോൺ വിളിച്ച് ഓരോരുത്തരുടെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അരുൺ അങ്ങോട്ട് വന്നു. അരുണിനോട് പറഞ്ഞു, എടാ ഗാനമേളക്കാരെയൊക്കെ വിളിച്ചു പറഞ്ഞോ? അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഗാനമേള എല്ലാം നല്ല അടിപൊളിയായിട്ട് വേണം. വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള കല്യാണമാണ്. അപ്പോഴേക്ക് ഹേമ അങ്ങോട്ട് വന്നു. ഹേമയോട് പറഞ്ഞു, ദേ നീ ഒരു കാര്യം ചെയ്യും, മോളെ പോയി വിളിച്ചോണ്ട് വാ, കുടുംബക്ഷേത്രത്തിലേക്ക് പോകാൻ സമയമായി. അപ്പൊ കുടുംബക്ഷേത്രത്തില് പ്രത്യേക പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം. അപ്പൊ സൂര്യയുടെ വീട്ടുകാരും വരും. അപ്പൊ 2 കുടുംബക്കാരും കൂടെ ചേർന്നിട്ടാണ് പൂജകളും വഴിപാടുകളൊക്കെ നടത്തുന്നവിടെ. അങ്ങനെ ഹേമ നിധിയുടെ മുറിയിലേക്ക് പോയി. ഈ സമയം നിധി ആകെപ്പാടെ ടെൻഷനില്ല. കാരണം ഇന്ന് രാത്രിയിൽ ഇവിടുന്ന് കടക്കണം. അതിന് എന്ത് ചെയ്യണം, എങ്ങനെ പോകുന്നൊക്കെ അറിയത്തില്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഹേമ അങ്ങോട്ടേക്ക് വരുന്നേ. ഹേമ വന്നിട്ട് പറഞ്ഞു, മോൾ അച്ഛൻ താഴേക്ക് വിളിക്കുന്നുണ്ട്. എന്താമ്മേ, മോൾ എന്തിനാ ഇവിടെ വിഷമിച്ചിരിക്കുന്നേ? താഴേക്ക് ഇറങ്ങി വാ. കുടുംബക്ഷേത്രത്തിൽ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാ മോളെ അച്ഛൻ വിളിക്കുന്നേ. അതും പറഞ്ഞിട്ട് ഹേമ താഴേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ നിധിക്ക് ഭയങ്കര ടെൻഷൻ. എന്റെ ഭഗവാനെ, പെട്ടെന്നാ തോന്നേ ഇനി കുടുംബക്ഷേത്രത്തിലേക്ക് തന്നെയും കൂടെ വിളിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിലോ? എല്ലാ പ്ലാനുകളും മുടങ്ങും. തനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ദൈവമേ, ഇന്ന് രാത്രിയിൽ പോകണം. എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. കുടുംബക്ഷേത്രത്തിൽ പോകാൻ തന്നെ വിളിക്കണേ, വിളിക്കരുതേ. അങ്ങനെ സർവ്വദേവങ്ങളെ വിളിച്ച് നിധി താഴേക്ക് ഇറങ്ങി ചെല്ലുക. ആ താഴേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ രാജീവ് നിധിയോട് പറഞ്ഞു, മോളെ ഇന്ന് പ്രത്യേക പൂജകളും വഴിപാടുകളും ഒക്കെയാണ് നമ്മുടെ കുടുംബക്ഷേത്രത്തിലുള്ള. സൂര്യയുടെ അച്ഛനും അമ്മയും സൂര്യ എല്ലാവരും വരും. പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. മോൾ ഇവിടെ ഇരിക്കണം. സാന്ദ്രയും കുഞ്ഞും കാണും ഇവിടെ. അത് കേട്ടതും നിധിക്ക് സന്തോഷമായി. രക്ഷപ്പെട്ടു. ആകെപ്പാടെ ഭയന്നിരിക്കുമായിരുന്നു. എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് കൃത്യസമയത്ത് ഭഗവാൻ കാത്തു. അങ്ങനെ രാജീവ് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും നിധി മുറിയിലേക്ക് കയറി പോന്നു. ഈ സമയത്ത് ഹേമ പറഞ്ഞു, അല്ല രാജീവേട്ടാ, അവളുടെ കല്യാണമല്ലേ, അവളെ തനിച്ചിരുത്തിയിട്ട് പോണോ? അതിനെന്താ, ഇവിടെ സാന്ദ്ര ഉണ്ടല്ലോ എന്ന് അരുൺ പറഞ്ഞു. അതെ, സാന്ദ്ര നോക്കിക്കോളൂ അവളെ. അല്ല, അവള് വിഷമിച്ചിരിക്കുമല്ലേ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒന്നുകൂടെ പോയി യാത്ര പറഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞിട്ട് നേരെ മുറിയിലേക്ക് വന്നു. ഈ സമയത്ത് നിധിയുടെ അടുത്ത് നിധിയുടെ അടുത്ത് സാന്ദ്ര ഉണ്ടായിരുന്നു. ഹേമ എന്നിട്ട് പറഞ്ഞു, മോളെ മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അച്ഛൻ രാവിലെ കർണത്തല്ലേ എന്റെ വിഷമം കാണുമെന്ന് എനിക്കറിയാം. മോള് വിഷമിക്കൊന്നും വേണ്ട. ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാട്ടോ. സാന്ദ്രയെ മോളെ നന്നായിട്ട് നോക്കണം കേട്ടോ. ശരി അമ്മ പോയിട്ട് വാ. ഇവളുടെ കാര്യമൊക്കെ നോക്കാൻ ഞാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. ഹേമ സന്തോഷത്തോട് കൂടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. പോയി കഴിഞ്ഞപ്പോഴത്തേനും സാന്ദ്ര നിധിയോട് പറഞ്ഞു, നീ എന്തിനാ സങ്കടപ്പെടുന്നേ? രാവിലത്തെ കാര്യമൊക്കെ ഓർത്ത് വിഷമമുണ്ടെന്നറിയാം. വിഷമിക്കൊന്നും വേണ്ട. ഇന്നലെ രാത്രിയിൽ ശരിക്കും ഉറങ്ങാൻ പറ്റിയിട്ടില്ലല്ലോ. നീ ഒന്ന് കിടന്നുറങ്ങിക്കോ. ഉറങ്ങി കഴിയുമ്പോഴത്തേനും എല്ലാ കാര്യങ്ങളും ശരിയാവും. അതെ, എനിക്ക് എന്താണെന്നറിയില്ല, നല്ല തലവേദന എടുക്കുന്നുണ്ട് ചേച്ചി. തലവേദനയോ? അതെ, നല്ല തലവേദന. അത് ചിലപ്പോൾ ഉറങ്ങാത്തോണ്ടായിരിക്കും. ഒന്ന് ഉറങ്ങി കഴിയുമ്പോൾ എല്ലാം ശരിയാവും. നീ റെസ്റ്റ് എടുക്കുക. ആ ചേച്ചിക്ക് കുറെ ജോലിയുള്ളതല്ലേ, ചേച്ചി പോയി ജോലിയൊക്കെ ചെയ്തോളാൻ പറയണം. അങ്ങനെ സാന്ദ്ര താഴേക്ക് പോന്നു. ഈ സമയത്ത് നിധി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. കാരണം ബാഗൊക്കെ പാക്ക് ചെയ്ത് വെക്കണം കൊണ്ടുപോകാനുള്ള. അങ്ങനെ തൻ്റെ കുറേ ഡ്രസ്സുകളൊക്കെ ഒരു ബാഗിനകത്തേക്ക് വലിച്ചു വരെ എടുത്ത് വെക്കുവാണ്. അപ്പോഴേക്കുമാണ് ഒരു ഫോട്ടോ എങ്ങോട്ട് ചാടുന്നേ. ആ ഷെൽഫിനുള്ളിൽ നിന്ന് ആ ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ കുടുംബ ഫോട്ടോയാണ്. അച്ഛനും അമ്മയും നിധിയും അരുണും എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ടുള്ള ആ ഫോട്ടോ. അത് കണ്ടതും നിധിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. ദൈവമേ, താൻ അച്ഛനും അമ്മയൊക്കെ ചതിക്കാൻ പോകണല്ലോ. വേറെ നിവൃത്തിയില്ല. അയാളുടെ മുഖം ഓർത്ത് കഴിയുമ്പം ഇതല്ലാതെ വേറൊരു മാർഗം കാണുന്നില്ല. എന്താ ചെയ്യേണ്ട എൻ്റെ ഭഗവാനെ? ഓർക്കുമ്പം സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കാണ് കഥയെ മുട്ടുന്ന കേട്ടെ. നിധി കഥ തുറക്കാൻ സാന്ദ്രയാണ് വന്നിരിക്കുന്നത്. ചേച്ചി ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നിധി പെട്ടെന്ന് ബാഗെല്ലാം പൂട്ടിയിട്ട് അലമാരിക്ക് വെക്കുന്നതിന് പകരം കട്ടിലിൻ്റെ അടിയിലേക്ക് അങ്ങോട്ട് വെച്ചു. നിധി, എന്താ കഥ തുറക്കാൻ താമസിക്കുന്നേ? കഥ തുറക്കുക ചേച്ചി, 1 മിനിറ്റ്, ഇപ്പം ഞാൻ തുറക്കാമെന്ന് പറഞ്ഞു. എല്ലാം സേഫായിട്ട് വെച്ചതിന് ശേഷം വന്ന് കഥ തുറന്നു. ഇതെന്താ ചേച്ചി? അതെ, നിനക്ക് തലവേദനയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു ചുക്ക് കാപ്പി ഉണ്ടെന്നാ. ഇത് കുടിച്ചിട്ട് കിടന്നു. അപ്പോഴാണ് സാന്ദ്ര ആ കാര്യം കാണുന്നത്. കട്ടിലൊരു ഫോട്ടോ കിടക്കുന്നു. ഇതെന്താ? കുടുംബ ഫോട്ടോയാണല്ലോ. ഇതൊക്കെ എന്തിനാ നോക്കുന്നത്? എനിക്കറിയാം നിന്റെ മനസ്സിലെ വിഷമം എന്താന്ന്. കാരണം എല്ലാവരെയും വിട്ടുപിരിയുന്നതിന്റെ സങ്കടം ഉണ്ടല്ലേ. അങ്ങനെ ചോദിച്ചാൽ വിഷമിക്കൊന്നും വേണ്ട. പെണ്ണുങ്ങളാണ് എങ്ങനെയൊക്കെയാ. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മള് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകണം. അവിടെ എങ്ങനെ എന്താന്ന് നമുക്കറിയത്തില്ല. പിന്നെ നമ്മുടെ ജീവിതവും വീടും വീട്ടുകാരും എല്ലാം അതായിരിക്കും. ഇത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, ചേച്ചി എനിക്ക് വേണ്ട ചേച്ചി, അയാളെ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കറിയാം നിധി നിന്റെ വിഷമം എന്താന്ന്.
പക്ഷെ അരുണേട്ടനോടൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പം അവനാണെങ്കിൽ അടുക്കുന്നില്ല. അവർ പറയുന്ന നല്ലൊരു ബന്ധമാണ്, നിനക്ക് കിട്ടുന്നതിനെ പറ്റുന്നില്ല, ഏറ്റവും നല്ല ബന്ധമാണെന്നാ പറഞ്ഞേ. അത് കേട്ട് കഴിഞ്ഞപ്പം നിധി പിന്നെ ഒന്നും മിണ്ടിയില്ല. നിധി പറഞ്ഞു, ചേച്ചിക്ക് കുറെ ജോലിയുള്ളതല്ലേ, എനിക്ക് മോളെ ഉറക്കണം, എന്നാ ഒരു കാര്യം ചെയ്യും, ചേച്ചി പോയി മോളെയൊക്കെ ഉറയ്ക്കോ, ഞാൻ ചേരം കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സാന്ദ്ര അങ്ങോട്ട് പോയി. സാന്ദ്ര പോയി കഴിഞ്ഞപ്പോഴത്തേനും നിധി ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് ഓർത്തിരിക്കുക. അപ്പോഴേക്കാണ് സുധിയുടെ കോള് വരുന്നത്. സുധീഷ് വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഞാൻ പുറത്ത് വന്നിട്ടുണ്ട്, നീ ഒരു കാര്യം ചെയ്യുക, ബാഗ് പാക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, അതെൻ്റെ ഇതിലേക്ക് കൊണ്ടേ തരാൻ പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പം നിധി ഓർത്തു, കൊണ്ടേ കൊടുക്കാം, ബാഗ് കൊണ്ടേ കൊടുക്കാതിരിക്കാൻ പറ്റില്ല, പിന്നെ രാത്രി വേണം തനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട്, ബാഗുമായിട്ട് ഇറങ്ങാൻ പറ്റില്ല, ഇപ്പൊ തൽക്കാലത്തേക്ക് ബാഗ് കൊണ്ടേ കൊടുക്കാന്നൊക്കെ ഓർത്തുണ്ട് പതുക്കെ കഥ ഓർന്നു. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഹാളിലെങ്ങും ആരുമില്ല. പതുക്കെ പോയി നോക്കി സാന്ദ്രയുടെ മുറിയുടെ അവിടെ. അപ്പൊ സാന്ദ്ര കുഞ്ഞിനെ ഉറക്കുന്നുണ്ട്, ബാഗുമായിട്ട് ശബ്ദം ഉണ്ടാക്കാതെ പുറത്ത് കിടന്നു. അങ്ങനെ നേരെ സുധീഷിന്റെ അടുത്തേക്ക് എല്ലുവാണ്. ഈ സമയത്ത് സുധീഷ് പറഞ്ഞു, അതെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ, അതെ എല്ലാ കാര്യങ്ങളും ഓക്കെയാ, വേറെ പ്രശ്നമൊന്നുമില്ല, ഇനി വാക്ക് മാറില്ല, വാക്ക് മാറത്തില്ല, ആ കാര്യത്തിലൊന്നും പേടിക്കണ്ട, ഞാൻ എന്താണെങ്കിലും രാത്രിയിൽ ഇറങ്ങി വരുമെന്ന് പറയാം. അല്ല സുധീഷെ, നമ്മളെങ്ങനെയാ പോന്നേ, പോനെന്താ പ്രശ്നം, ഇല്ല ഇവിടെ കാറ് കിടക്കുന്നേ, ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം എടുത്തോണ്ട് പോയാൽ പോരെ, ബെസ്റ്റ്, ഇതിനകത്ത് ഏതെങ്കിലും എടുത്തോണ്ട് പോകാൻ പറ്റുന്ന കാര്യമാണോ, പോലീസ് ഫോളോ ചെയ്ത് വരില്ലേ, അപ്പൊ പിന്നെ എന്തി, അന്നൊരു കാര്യം ചെയ്യാം, എന്റെ കൂട്ടുകാരനെ വിളിക്കാം, എന്റെ ഒരു കാർ എടുത്തോണ്ട് വരാൻ പറയാം. അപ്പൊ സുധീഷ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് വലിയ ട്രാവൽ ഏജൻസി ഒക്കെ ഉണ്ടെന്നാ. അപ്പൊ അവനോട് ഒരു കാർ എടുത്തോണ്ട് ഞാൻ പറഞ്ഞ ആ കാറും കൊണ്ട് പോവാം, അതിന് പ്രശ്നമുണ്ടോ, ഇല്ല, പിന്നെ അറിയാലോ ഞാൻ പുറത്തു വന്ന് വെയിറ്റ് ചെയ്യാം, റോഡ് സൈഡിൽ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, നീ അങ്ങോട്ടേക്ക് വന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാ. അല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇറങ്ങി വരാനായിട്ടോ, ഉണ്ടെങ്കിൽ ഇപ്പം പറയണം, എന്നെ ചതിച്ചേക്കരുത്. അങ്ങനൊന്നും ഇല്ല, അല്ല എനിക്ക് പോകുന്ന കാര്യം ഓർക്കുമ്പോൾ ഒരു മടിയുണ്ട്, അന്ന് ഒരു കാര്യം ചെയ്യുക, ഈ ബാഗും കൊണ്ടുവച്ച അകത്ത് പോയി സുഖമായിട്ട് കിടന്ന് ഉറയ്ക്കോ, ഇനി ആ ഫ്രോഡ് നിന്റെ കഴുത്തെ താലി ആർത്തട്ടെ, അയ്യോ അത് വേണ്ട, എങ്കിൽ പിന്നെ ഇത് രണ്ട് വർത്താനം കൂടെ പറയരുത്, ഏതെങ്കിലും ഒന്നേ നടക്കത്തുള്ളൂ. അവസാനം നിധി പറഞ്ഞു, ഞാൻ ഇറങ്ങി വന്നോളാം, എന്നെ തിരുവനന്തപുരത്ത് ഏതെങ്കിലും വിമൻസ് ഹോസ്റ്റലോ അവിടെ എവിടെയെങ്കിലും കൊണ്ടേ ആക്കിയാൽ മതി, ബാക്കി കാര്യം ഞാൻ മാനേജ് ചെയ്തോളാം. ഇത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ അങ്ങനെ, എങ്ങനെയല്ലോ ആയിക്കോട്ടെ, ഇവിടുന്ന് ആദ്യം ഇറങ്ങണം, അല്ല എന്നെ അന്വേഷിച്ച് പിന്നാലെ ആരെങ്കിലും വരുമോ, അതൊന്നും പറയാൻ പറ്റില്ല, ഇവിടുന്ന് പോയാൽ പിന്നെ അന്വേഷിച്ച് വരാതിരിക്കത്തില്ലോ ആരും, അതൊക്കെ അന്വേഷിച്ച് വരും, എന്തേലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു പോകണം, അതൊക്കെയോ നടക്കുള്ളൂ എന്ന് പറയണം. തൽക്കാലത്തേക്ക് ആരെയും വരുന്നതിന് മുമ്പ് നീ കയറിപ്പോക്കോ, അതെ ഇപ്പൊ ചിലപ്പോൾ അച്ഛനും അമ്മയൊക്കെ പൂജ കഴിഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട്, അറിയാലോ 12-1 മണിയാകുമ്പത്തേനും ഞാൻ വിളിക്കും എന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ സുധീഷ് ബാഗുമൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നിധി അകത്തേക്ക് കയറിപ്പോയി. നിധിക്ക് ഭയങ്കര ടെൻഷനാണ്, മുറിയിൽ പോയിരുന്നിട്ട് ഒരു സന്തോഷ സമാധാനമില്ല. ദൈവമേ, താൻ അച്ഛനും അമ്മയൊക്കെ വഞ്ചിക്കാണല്ലോ, വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാ. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പൂജ കഴിഞ്ഞ് അവരൊക്കെ വരുവാണ്. വന്നിപ്പോൾ സാന്ദ്രയും നിധിയും കൂടെ ഹാളിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സാന്ദ്രയോട് ഹേമ പറഞ്ഞു, അതെ മോളുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുടുംബക്ഷേത്രത്തിൽ, അവർ പിന്നെ ആ വഴിക്ക് അങ്ങോട്ടേക്ക് പോയി, പിന്നെ നാളെ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. സാന്ദ്രയ്ക്ക് സന്തോഷമായി. ഈ സമയത്ത് നിധിയോട് പറഞ്ഞു, മോൾക്ക് പോയി കിടക്കാൻ വല്ലായിരുന്നോ, മോൾ എന്തിനാ ഇവിടെ ഇരുന്നേന്ന് ചോദിക്കുക. ഒന്നുമില്ല, അല്ല ആഹാരം കഴിച്ചു എന്ന് പറയണ. പിന്നെ കുറെ സമയം സംസാരിക്കുന്നുണ്ട്, കല്യാണത്തെക്കുറിച്ചൊക്കെ അവരിങ്ങനെ വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അരുണും ഹേമയും അവർക്ക് ഭയങ്കര പ്രതീക്ഷയോടെ അത് കാത്തിരിക്കുന്നേ. അപ്പോഴേക്കും നിധിയുടെ ചങ്ക് പടപട അടിച്ചോണ്ടിരിക്കുകയാണ്, സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുക. കുറെ കഴിഞ്ഞപ്പോൾ രാജീവ് പറഞ്ഞു, ഇനിയിപ്പോൾ എല്ലാവരും പോയി കിടന്നുറങ്ങാം, ഇനി സമയം ലേറ്റ് ആക്കേണ്ട കാര്യമില്ല, മോളെ നീയും പോയി കിടന്നുറങ്ങുക, അല്ലെങ്കിൽ രാവിലെ മോഹമൊക്കെ ആകപ്പെടെ ഉറക്കച്ചവടോടെ ഇരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നിധി മുറിയിലേക്ക് കയറിപ്പോയി. എല്ലാവരും കൂടെ ഉറങ്ങാൻ വേണ്ടി കാത്തിരുന്നു. ഒരു 12-1 മണിയൊക്കെ ആയപ്പോഴത്തേനും സുധീഷിന്റെ കോള് വന്നു. സുധീഷ് വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഞാനിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് റോഡ് സൈഡിൽ, നീ പുറത്തേക്ക് ഇറങ്ങി വരണമെന്ന് പറഞ്ഞു. അത് പിന്നെ ഞാൻ എന്താ വരാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ, അതേസമയം താമസിക്കരുത്, പെട്ടെന്ന് തന്നെ വരണം. ശരി ഞാൻ വന്നോളാം. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, വരുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം, അവിടുത്തെ CCTV ഉണ്ടല്ലോ അതിന്റെ മെയിൻ സ്വിച്ച് അങ്ങോട്ട് ഓഫ് ചെയ്തേക്കണം. CCTVയുടെ മെയിൻ സ്വിച്ച് എന്ത് കുന്തറാണ്ടാണെങ്കിലും അതും കൂടെ ഓഫ് ചെയ്തിട്ടേ വരാവുള്ളൂ, അല്ലെങ്കിൽ നീ ഇറങ്ങി വരുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അതിനകത്ത് വരും, പിന്നെ നമ്മളെ പിടിക്കപ്പെടാൻ എളുപ്പമാണ്. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് നിധിക്ക് ടെൻഷൻ. നിധി കുറെ സമയം ആലോചിച്ചു. CCTVയുടെ സ്വിച്ചൊക്കെ ഇരിക്കുന്ന മുറിയിലേക്ക് വന്നു, അതിന്റെ മെയിൻ സ്വിച്ചൊക്കെ ഓഫ് ചെയ്തു. പതുക്കെ പുറത്തിറങ്ങി അച്ഛനും അമ്മയും കിടക്കുന്ന മുറിയുടെ അങ്ങോട്ട് ചെല്ലുവാണ്. കഥക് പതുക്കെ തുറന്നു. അച്ഛൻ ആ സമയത്ത് രാജീവൻ കിടന്ന് പറയുന്നുണ്ട്, സോറി മോളെ, കാരണം രാവിലെ കർണത്തടിച്ചില്ലേ, ഉറക്കത്തിലും അത് കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ നിധിക്ക് ഭയങ്കര സങ്കടം. നിധി വീണ്ടും മുറിയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ സമയത്ത് സുധീഷ് പുറത്ത് വെയിറ്റ് ചെയ്യുക. ഇവളെന്താ വരാൻ താമസിക്കുന്നേ, ദൈവമേ പണി പാളിയോ, തന്നെ പറ്റിച്ചു വന്നൊരു ചിന്ത മനസ്സിലുണ്ട്. നിധിക്കാണ് സങ്കടം സഹിക്കാൻ പറ്റിയില്ല, എങ്ങനെ ഇറങ്ങിപ്പോന്നേ.
ഇറങ്ങി പോയിട്ടാണ് നാളെ ഇനിയിപ്പോൾ അവരെല്ലാവരുടെ മുന്നിൽ നാണം കിട്ടി നിൽക്കും. പക്ഷെ പോകാതിരുന്നിട്ടുണ്ടെങ്കിലോ ആ ഫ്രോഡ് തൻ്റെ കഴുത്തിൽ താലി അർത്തും. പിന്നെ അവൻ്റെ തീരുമാനങ്ങളായിരിക്കും. അവിടെ ഇരിക്കുക, ഇവിടെ ഇരിക്കുക, അനങ്ങരുത്, നിൽക്കണം, ഇരിക്കണം, അതൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറം. ഇപ്പം ചിലപ്പോൾ താനിങ്ങനെ തീരുമാനം എടുക്കുകയാണെങ്കിൽ പിന്നെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ് എന്തേലും പറഞ്ഞ് കൺവിൻസ് ചെയ്യുക. താൻ ആരുടെയും കൂടി ഒളിച്ചോടുവന്നല്ലോ. എങ്ങനെയായാലും ജോലി വാങ്ങണം, അതൊക്കെയാണ് നിധിയുടെ മനസ്സിലെ ചിന്തയൊക്കെ. ഒടുവിൽ നിധി അവിടെ നിന്ന് ഇറങ്ങി. നിധി പേടിയോട് കൂടിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ നിധി ഇറങ്ങിയിടുമ്പോൾ സുധീഷ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. സുധീഷ് വെച്ച് എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ? അതെ, CCTV ഒക്കെ ഓഫ് ചെയ്തല്ലോ. എല്ലാം ഓഫ് ചെയ്തിട്ട് ഇറങ്ങിയത്. അല്ല, എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട് സുധീഷ്. എന്തിന്? അല്ല, അച്ഛനും അമ്മയ്ക്കും നാളെ സങ്കടമായിരിക്കും എന്നെക്കുറിച്ച് ഓർത്തിട്ട്. അന്നൊരു കാര്യം ചെയ്യാം, ഇപ്പം തന്നെ തിരിച്ചങ്ങോട്ട് പോയിക്കോ. അല്ല, പോയിട്ടുണ്ടെങ്കിലോ? പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ടിരിക്കും. നാളെ അയാൾ നിന്റെ കഴുത്തിൽ താലി അടത്തും, ആ സൂര്യ. പിന്നെ അറിയാലോ, നിന്റെ ജീവിതം സ്വാഹ. നിന്റെ ജീവിതം അതോടുകൂടി തീർന്നു. അതിനേക്കാളും ഭേദം നീ വല്ല ട്രെയിനിനും പോയി തലവെക്കുന്ന. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, ഞാൻ വന്നോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രണ്ട് കാര്യം ചെയ്യാം, പെട്ടെന്ന് തന്നെ വന്ന് കയറാൻ നോക്ക്. അങ്ങനെ നിധി കാറിലേക്ക് കയറി. അല്ല, പോയിട്ടുണ്ടെങ്കിൽ നാളെ ആകുമ്പത്തിന് എല്ലാവരും അന്വേഷണം തുടങ്ങൂലല്ലേ? പിന്നെ അന്വേഷിക്കാതിരിക്കുമോ? അവരുറപ്പായിട്ടും അന്വേഷിക്കില്ലേ? അപ്പോഴെന്ത് ചെയ്യണം? അപ്പം എന്ത് ചെയ്യാനായിട്ട്? ബാക്കി കാര്യം വരുന്ന പോലെ. പിന്നെ ഫോൺ എടുത്തിട്ടുണ്ടല്ലോ, ഉണ്ട്. അതിനകത്ത് സിം കൂടെ സിം ഊരിയിട്ട് ആ സിം ഇപ്പം തന്നെ കളഞ്ഞേരെ. അതെന്താ? അല്ലെങ്കിൽ പോലീസ് നമ്മളെ ട്രേസ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. എന്തായിരുന്നേ? അതൊക്കെ നാട് ഞാൻ ഊരാന്ന് പറഞ്ഞിട്ട് സുധീഷ് അങ്ങോട്ട് ഫോൺ വാങ്ങണം. അപ്പോഴേക്കുമാണ് ആ ഫോണിലേക്ക് കോള് വരുന്നത്. ഒരു നിമിഷം സുധീഷ് ഞെട്ടിപ്പോയി. ദൈവമേ, സൂര്യയാണ് വിളിക്കുന്നത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ആ സമയം നിധി പറഞ്ഞു, ആ ഫോണും കൊണ്ടിട്ട് ഞാൻ സംസാരിക്കാം. വേണ്ട വേണ്ട, അങ്ങനെ സംസാരിച്ച് ശരിയാകത്തില്ല. ചിലപ്പം അവനെങ്ങാനും ട്രേസ് ചെയ്ത് വന്നാലോ എന്ന് ചോദിക്കാം. പക്ഷെ നിധി സമ്മതിച്ചില്ല. സംസാരിക്കണം എന്ന് ഒരേ വാശിയായിരുന്നു നിധിക്ക്. സുധീഷാണ് ആകെപ്പാടെ പെട്ടുപോയ അവസ്ഥയിലും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.